എന്താ സനി നോക്കുന്നേ? അമ്മ ഓൺലൈനിൽ ഒരുപാട് ഓഫർ ഇട്ടിട്ടുണ്ട് ഡ്രസ്സിന്. ന്യൂ ഇയർ ഓഫറാ തോന്നുന്നു. അപ്പൊ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. സാരി എല്ലാം ഉണ്ടോ? സാരി ഉണ്ട്, ഡ്രസ് ഉണ്ട്, പിള്ളേർക്ക് എന്തെങ്കിലും കൊച്ചിനുള്ളതുണ്ട്. വാ, ഭാവിക്കുള്ള ജീൻസ് 3/4 ഒക്കെ ഉണ്ട് മുത്ത. മോനക്ക് അത് വേണം. എനിക്ക് പുതിയ ഷൂ മതി. അപ്പൊ ഇത് ഓർഡർ ആക്കാല്ലേ. പക്ഷെ എന്തറിയാം, എല്ലാം പകുതി എല്ലാം ഓഫറിനാ വെച്ചേക്കുന്ന കേട്ടോ. പക്ഷെ നല്ലൊരു കുറച്ച് എമൗണ്ട് വേണ്ടി വരും മേടിക്കാൻ. ഞാൻ എല്ലാം കാട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ചേട്ടനോട് ചോദിച്ചു നോക്കാം. ചോദിച്ചിട്ട് അല്ലമ്മ, അവളവിടെ എന്താ നോക്കിക്കൊണ്ടിരുന്നേ? അവള് മൊബൈലിൽ എന്താ തുണിയല്ല എന്താ ഇതുകൊണ്ട് പടച്ചോറെ, ഞാൻ പോകുന്നു. നീ എന്തിനാ അങ്ങോട്ട് ഓടുന്നേ? നീ ഇങ്ങോട്ടല്ലേ പോകുന്നേ? അല്ല, അവളെന്നെ മുടിപ്പിക്കും അടുത്ത് തന്നെ. അവളുടെ കഴിഞ്ഞ ആഴ്ച കൊറേ മുടക്കിയിട്ട് വന്ന. അങ്ങനെയല്ല, ഞാനില്ല, ഞാൻ പോകുന്നു. അല്ല, നിനക്ക് വീട്ടിൽ പണിയൊന്നുമില്ലാതെ ഇവിടെ വന്ന് തോണ്ടിക്കൊണ്ടിരിക്കണേ? അല്ല കേട്ടോ, ഓഫർ ഇട്ടിട്ടുണ്ട് ഓൺലൈനില് കുറച്ച് തുണികള്. എന്റെ സോഡി, ഇത് ഇവിടെ ഇതെല്ലാം വാങ്ങി വെക്കാൻ സ്ഥലമുണ്ടോ? ഇനി ഞാൻ ഈ തുണിക്ക് വേണ്ടിയിട്ട് ഇനി വലിയൊരു പെട്ടി വാങ്ങിക്കൊണ്ടുണ്ട് ബീർ. അല്ല എന്തോ എന്തറിയോ, ഭയങ്കരമായിട്ട് ഓഫർ ഇട്ടിട്ടുണ്ട്. അതെ അതെ അതെ, എല്ലാത്തിനും ഹാഫ് റേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും ഹാഫ് റേറ്റ് ആണ് ഇപ്പൊ. എല്ലാ ഓഫറുകളും വരുന്നൊരു സമയമല്ലേ? അതെ, എന്താട്ടാ പ്ലീസ് ആട്ടാ. എന്ത്? അല്ല, ഒരുപാട് ഓഫർ ഹാഫ് റേറ്റേ ഉള്ളൂ. എല്ലാ സാധനത്തിനും ഹാഫ് റേറ്റേ ഉള്ളൂ. ഞാൻ മേടിച്ചോട്ടെ. സോണി, ഇങ്ങനെ ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഒലിച്ചു പോവേ. കഴിഞ്ഞ ആഴ്ച നമ്മൾ നല്ലൊരു എമൗണ്ട് പോയിട്ട് അത് ഫുൾ റേറ്റ് ഓഫർ ആയിരുന്നു, ഇത് ഹാഫ് റേറ്റ് ഓഫറാണ്. അതെ അതെ, കടക്കാർ തോന്നുന്ന പോലെ ഓഫർ കൊടുക്കും. അതനുസരിച്ച് നമ്മുടെ പൈസ വലിക്കാൻ വേണ്ടിയിട്ട്. എന്താട്ടെ, ഇത് ഒറ്റ വട്ടം മേടിച്ചോട്ടെ. സോണി, നമ്മൾ ആദ്യം വാങ്ങിയതെല്ലാം ഉപയോഗിക്കുക, അതിനുശേഷം നമുക്ക് വാങ്ങാലോ. നോക്കട്ടെ, ഞാൻ എല്ലാം കാട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ഉണ്ടല്ലേ? ഇതൊക്കെ നല്ലുണ്ട്. അല്ല, ഇതിനൊക്കെ എത്ര പൈസയാവും ടോട്ടൽ? ഞാൻ കാർട്ടിലിട്ടോണ്ട് അവരുടെ അതേ റേറ്റില് എല്ലാം കൂടിയിട്ട് 10,000 ഉള്ളിലേ വരുള്ളൂ. 10,000 അല്ലേ? ഓ, ഈസി, കുഴപ്പമില്ല. ഞാൻ തരാട്ടോ, ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം. നീ പോയി പർച്ചേസ് ചെയ്തോ. ഓക്കെ, ശരിക്കും. അവർക്കല്ലേ ഇപ്പം തന്നെ ഇട്ട് കൊടുത്തേക്കാം. ഇത്ര നേരമായിട്ട് ചേട്ടൻ എന്താ GPay ചെയ്യാത്ത? ഇനി എന്നെ പറ്റിക്കോ? പൈസ ആണെങ്കിൽ കുമിഞ്ഞു കൂടി കിടക്കുന്നുണ്ട് അയാളുടെ കയ്യിൽ. എങ്ങനെയാണെങ്കിൽ ഒരു 10,000 രൂപ മേടിച്ചേ പറ്റൂ. ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഹലോ ചേട്ടാ, GPay ചെയ്തിട്ടില്ല? ഇപ്പം ചെയ്യോ? തരൂല? ചെയ്യൂല? ചേട്ടാ, ഒരു 10,000 അല്ലേ? ചെയ്യില്ല? ഓ പോ. എങ്ങനെ ഇരിക്കണ്ട ഇത് പൈസ മേടിക്കാം? പക്ഷെ എൻ്റെ ദൈവം, എനിക്കറിയില്ല. ഇപ്പം എല്ലായിടത്തും സ്കാമിങ് നടക്കുന്നുണ്ടല്ലോ. എന്തായാലും സ്കാം ചെയ്ത് 10,000 എൻ്റെ പോക്കറ്റിലാക്കുക, അതായിരിക്കും നല്ലത്. ചേട്ടൻ അറിയാതെ ചേട്ടൻ്റെ പൈസ എൻ്റെ പോക്കറ്റിൽ. നല്ല ഐഡിയ. എന്ത് ചെയ്യാം? ഫേസ്ബുക്കിൽ കൂടെ ഇയാളെ ട്രാക്ക് ആക്കാം. ഫേസ്ബുക്കിൽ കൂടെ തന്നെ ഇയാളെ പറ്റിച്ചിട്ടുള്ളൂ, വേറെ കാര്യം. ആദ്യം ഞാനൊരു അക്കൗണ്ട് ഓപ്പൺ ആക്കാം. അതിന് ശേഷം ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുത്തിട്ട് പാട്ടിലാക്കിയിട്ട് പൈസ മേടിക്കാം. ഇപ്പം ശരിയാക്കി കൊടുക്കാം. എൻ്റെ ദൈവമേ, അമ്മേറ്റ വിളിക്കുമോ എന്തോ. അവിടെ ഇരിക്കട്ടെ, ഇവരെ പൈസ മേടിച്ചിട്ടുള്ളൂ, വേറെ പരിപാടി. ഇപ്പോൾ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാം. ഇതേതോ സുന്ദരി ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടല്ലോ ഫേസ്ബുക്കിൽ. എന്തായാലും കൺഫർമേഷൻ കൊടുത്തേക്കാം. സുന്ദരിക്കുട്ടിയല്ലേ? അക്സെപ്റ്റ് ചെയ്തു. എൻ്റെ ദൈവമേ, എൻ്റെ ഫോട്ടോ അല്ലാത്ത ഏത് ഫോട്ടോ ഇട്ടാലും അയാൾ അക്സെപ്റ്റ് ചെയ്തു അല്ലേ? ഇനിയിപ്പോൾ അടുത്തത് എന്താ ചെയ്യാം? FBയിലൊരു മെസ്സേജ് ഇടാം. ഹായ്. ഓ, ഒരായി വിട്ടിട്ടുണ്ടല്ലോ. നമുക്കൊരായി വിട്ട് കളയാം. ആയി അവാറിയൊക്കെ അയച്ചിട്ടുണ്ട്, കൊള്ളാം. ഞാൻ ഫൈൻ അയച്ചു കളയാം. Where are you from? From Karnataka. ഓ, ഇപ്പം ശരിയാക്കി തരാം. I like your photos. ഫുൾ ടൈം FBയിലാണല്ലോ ഇയാൾ. താങ്ക് യു സോ മച്ച്. ഓ, ഇയാളെ ശരിയാക്കി കൊടുക്കാം. വാട്ട് ഈസ് യുവർ നെയിം? ബിനോജ്.
വിനോജ് ഗിവ് യുവർ വാട്സപ്പ് നമ്പർ. ഓണി എങ്ങാനും കണ്ടാൽ ഇവിടെ എങ്ങനെ ഉണ്ടോ? കൊടുത്തുകളെ ഇങ്ങോട്ട് ചോദിച്ചല്ലേ. വാട്സപ്പ് നമ്പർ അയച്ചു. ഇനിയാണ് കളി. അല്ല നമ്പർ കൊടുത്തിട്ട് ഒന്നും റിപ്ലൈ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇതിലെവിടെ പോയി? വരുന്നുണ്ട് വനമാല. അയ്യോ ഇതാണ് ആവശ്യം നേരത്തെ ഇത് ഓഫ് ആവില്ലല്ലോ ഭർത്താവേ. ഈ മൊബൈൽ എന്തോ ഹാങ്ങാന്ന് തോന്നുന്നു. ഹാങ് ആയിക്കോളും ചേട്ടാ. എന്താക്കും ഞാൻ കാട്ടിലിട്ട എന്റെ ഡ്രസ്സുകളൊക്കെ ഉണ്ട്, പക്ഷെ തരാൻ കുറച്ച് മടിയല്ലേ. ഇല്ല പൈസ ഇല്ല. സാരില്ല ഏട്ടാ, ഞാനത് എങ്ങനെയെങ്കിലും വാങ്ങിച്ചോളാം. അതെ എങ്ങനെ വാങ്ങിക്കണേ? ഞാൻ എങ്ങനെയെങ്കിലും വാങ്ങിച്ചോളാം കേട്ടാ. പണിയെടുത്തോ. അല്ല ഇല്ലാത്തോണ്ടല്ലേ. വാട്സപ്പ് നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ഒരു റിപ്ലൈ ഇല്ലല്ലോ വാട്സപ്പ്. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിങ് വാട്സപ്പ് നമ്പർ. I will chat in the WhatsApp, okay? Hey, I am waiting for you. മാരീഡ് എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. അതെങ്ങാനുണ്ടോ അവിടെ? അല്ല മാരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. നോ നയിക്കാം. നോ. Are you married? No. ഷോബോ എൻ്റെ വിദ്വാനെ, നോ പോലും. എന്തു മനുഷ്യനെയാള്. എൻ്റെ ദൈവമേ, ഇയാളെന്താ ഇങ്ങനെ? എന്താ വേർ ആർ യു ഫ്രം? ഇപ്പം ശരിയാക്കി തരാം. ഐ എം ഫ്രം UK, വർക്കിംഗ് ആസ് എ നേഴ്സ്. ഓ നൈസാ. നൈസ് ഇപ്പം കാണിച്ചു തരാം. ഓ താങ്ക് യു. യു ആർ മൈ സ്വീറ്റ് ഫ്രണ്ട്. ക്യാൻ ഐ സെൻഡ് എ ഗിഫ്റ്റ് ഫോർ യു? നോ. Please don't say like that. No. Please, can I send a gift for you? ഓ ഗിഫ്റ്റോ? അയ്യോമേ, പാർസൽ എങ്ങനെ വന്നിട്ട് അവളുടെ മുമ്പിൽ എങ്ങനെ പെട്ടിട്ട് വേണം എൻ്റെ കഥ കഴിയും. നോ നോ നോ. ഓ ഇത് വലിയൊരു ശല്യമായാലോ. നീ ഒന്ന് അയക്കാൻ പറയാം, എന്തെങ്കിലും പരിഹാരമാക്കാൻ. യെസ്. Then you send. Can I speak to you? Yes, you can. അയ്യോ എൻ്റെ വോയിസ് സാരല്ല. മൈ ഡിയർ സ്വീറ്റ് ഫ്രണ്ട്, ആഫ്റ്റർ 2 days you will get the gift, okay? You have to receive it fast. അല്ല ഇവളെന്തായിരിക്കും വീഡിയോ കോളും വോയിസ് കോളും വേണ്ടെന്ന് പറയുന്നേ? ശേ, കാണാമായിരുന്നല്ലോ. നേരത്തെ തന്നെ കൊറിയർ ഓഫീസിൽ പറഞ്ഞു വെച്ചേക്കാം, എന്തെങ്കിലും ഗിഫ്റ്റ് വന്നാൽ എന്നെ തന്നെ വിളിക്കണം, അല്ലെങ്കിൽ പിന്നെ പണിയായി വീടിൻ്റെ പുറത്താ. ഹലോ സർ, ദിസ് ഈസ് ഫ്രം എയർപോർട്ട് അതോറിറ്റി. വിച്ച് ലാംഗ്വേജ് ഈസ് കംഫർട്ടബിൾ ഫോർ യു? മലയാളം? ഓക്കെ സർ. 1 minute, ഹോൾഡ് ഓൺ പ്ലീസ്. മലയാളത്തിൽ സംസാരിച്ചാൽ എന്തായാലും ചണക്ക് പിടികിട്ടും. ഞാനാണ് കർച്ചിപ്പിട്ടിട്ട് സംസാരിക്കാം. ഹലോ, മിസ്റ്റർ ബിനോജ് ആൻ്റണി. സർ, ഇത് മേഘാലയ എയർപോർട്ടിൽ നിന്ന് വിളിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് UK നിന്നൊരു പാർസൽ വന്നിട്ടുണ്ടല്ലോ. അതെ. അല്ല സർ, ഞങ്ങൾ അത് ഡെലിവറി ചെയ്യും, പക്ഷേ നിങ്ങളൊരു 20,000 അതിന് നിങ്ങൾ പേ ചെയ്യേണ്ട വരും. സർവീസ് ചാർജസ് ഉണ്ട് സർ അതിന്. ഇല്ല, അവരൊന്നും ചെയ്തിട്ടില്ല. അവർ ഒന്നും പേ ചെയ്തിട്ടില്ല. അവരെന്തോ കസ്റ്റംസ് ചാർജ് ചെറുതായിട്ട് പേ ചെയ്ത് കാണും, അറിയില്ല. പക്ഷേ നമ്മുടെ കൊറിയർ ചാർജില്ല, നമ്മുടെ സർവീസ് ചാർജ് നിങ്ങൾ പേ ചെയ്യണം സർ, എന്നാലേ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു അക്കൗണ്ട് നമ്പർ തരാം, അതിലോട്ട് ഇട്ടാൽ മതി. 2-3 days അപ്പോൾ അതിൻ്റെ കൂടെ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ അയച്ചു തരാം. അക്കൗണ്ട് നമ്പറും അയച്ചു തരാം. ഓക്കെ, താങ്ക് യു. അല്ല അവൾ വെച്ചപ്പോൾ 10 രൂപ കൊടുത്താൽ മതിയായിരുന്നു. കോപ്പ് ഇവിടെ കൂടെ ചാറ്റ് ചെയ്യാൻ വേണ്ടി പോയത് ഇപ്പോൾ 25,000 ഞാൻ കൊടുക്കേണ്ട അവസ്ഥയാണല്ലോ. ശരി. ഓ ഇവള് കൊള്ളാമല്ലോ, പേ ചെയ്തിട്ട് റിസീവ് ആക്കാൻ വേണ്ടി മെസ്സേജ് അയച്ചുകൊണ്ടുണ്ട്. അമ്പടി എനിക്കാവില്ല. നിൻ്റെ ഫ്രണ്ട്ഷിപ്പും വേണ്ട, നിൻ്റെ ഗിഫ്റ്റും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ നിൻ്റെ നമ്പറെ ബ്ലോക്ക് ആക്കുന്നുണ്ട് കേട്ടോ. നീ ഒരു സ്കാമറാണ്. സ്കാമർ അല്ലായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നേരം പോക്കായാലും. കൊള്ളാലോ നിങ്ങള്. എന്തായി മീൻ പോലെ
വഴുതി വഴുതി പോയല്ലോ അങ്ങോട്ട്. എങ്ങോട്ട്? പൈസ അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും വീണാനല്ലേ? പ്ലാൻ ചീറ്റിപ്പോയെങ്കിലും നിങ്ങളുടെ സ്വഭാവം ഞാൻ മനസ്സിലാക്കി. പോട്ടെ. ഈ മൂദേവിയായിരുന്നോ? ഇവളായിരുന്നോ അത്? ഞാൻ ഇനി എങ്ങനെ ഉണ്ടാക്കും? ഇനി അതും പറഞ്ഞായിരിക്കും വീട്ടിൽ ബഹളം.